ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനതയുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള പുതിയ പഠന മേഖലകൾ അനിവാര്യമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ബംഗളൂരുവിൽ നടക്കുന്ന ഈ വർഷത്തെ സാങ്കേതിക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6419 പേർക്ക്. കർണാടകയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ സംവരണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സ്വാശ്രയ മെഡിക്കൽ ഫീസ് നിശ്ചയിച്ചതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വാർത്തകൾ വിശദമായി. യുവാക്കളിൽ നൈപുണ്യ വികസനവും തൊഴിലവസരവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ പഠന മേഖലകൾ അനിവാര്യമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാജ്യത്ത് ധാരാളം സംരംഭങ്ങൾ സൃഷ്ടിക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് കരുത്തു പകരാനും ഇതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ 4ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സമൂഹത്തോടും രാജ്യത്തോടും കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനുമായി കഴിവുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ശ്രീ കോവിന്ദ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ആഗോള വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കും വിധം വിദ്യാർത്ഥികളിൽ യഥാർത്ഥ അറിവ് സൃഷ്ടിക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരു ടെക് സമ്മിറ്റ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 വരെയാണ് ബംഗളൂരു ടെക് സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിന്റെ പ്രത്യേക വിഷൻ ഗ്രൂപ്പ്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ, ആക്റ്റീവ് സൈറ്റെക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യയും ലക്സംബർഗും പങ്കെടുക്കുന്ന ഉച്ചകോടി നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 2 ദശകത്തിനിടെ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉച്ചകോടി നടക്കുന്നത്. കോവിഡിന് ശേഷമുള്ള ലോകത്ത് ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെ ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു ഭരണാധികാരികളും ചർച്ച ചെയ്യും. അന്താരാഷ്ട്ര ആഗോള പ്രശ്നങ്ങളിലും ഇരു രാജ്യങ്ങളും അഭിപ്രായം പങ്കുവയ്ക്കും. രാജ്യത്തെ വഴിയോര വാണിഭക്കാർക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിക്ക് മികച്ച പ്രതികരണം. 25 ലക്ഷത്തോളം പേരാണ് പദ്ധതിക്ക് കീഴിൽ ധനസഹായത്തിനായി അപേക്ഷിച്ചിട്ടുള്ളത്. വിശദവിവരങ്ങളുമായി സുവർണ. ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന ലക്ഷ്യത്തോടെയാണ് പിഎം സ്വനിധി പദ്ധതി ആരംഭിച്ചത്. കോവിഡ് വെല്ലുവിളി കാരണം പ്രതിസന്ധിയിലായ വഴിയോര കച്ചവടക്കാർക്ക് സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ സഹായം നൽകി വരികയാണ്. രാജ്യത്തെ മൊത്തം അപേക്ഷകരിൽ 5,35,000 പേർക്ക് ധനസഹായം ലഭിച്ചതായി ഭവന നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും കൂടുതൽ അപേക്ഷകരും ഗുണഭോക്താക്കളും ഉത്തർപ്രദേശിലാണ്. യുപിയിലെ 6.5 ലക്ഷത്തോളം അപേക്ഷകളിൽ 1,87,000 പേർക്ക് വായ്പാ സഹായം അനുവദിച്ചു. ഒരു വർഷത്തെ കാലാവധിയിൽ 10,000 രൂപ വരെ ജാമ്യരഹിത വായ്പയാണ് നൽകുന്നത്. സ്ഥിരമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് പ്രതിവർഷം 7% പലിശ സബ്സിഡി രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ, വീണ്ടും വായ്പ എടുക്കുന്നതിനുള്ള യോഗ്യത എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വകാര്യ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, SHG ബാങ്കുകൾ തുടങ്ങിയവ വഴിയും വായ്പ എടുക്കാം. സുതാര്യത, ഉത്തരവാദിത്തം, സ്ഥിരത എന്നിവയോടെ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ, പ്രത്യേക വെബ് പോർട്ടൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗുജറാത്തിലെ വഡോദരയിലുണ്ടായ റോഡപകടത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരും അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെയാണ് വഗോഡിയ ഹൈവേയിൽ അപകടമുണ്ടായത്. എതിരെ വന്ന 2 ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 11 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ജനസംഖ്യയ്ക്ക് അനുസൃതമായി സംവരണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുമെന്ന് നിയമമന്ത്രി മധുസ്വാമി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബെല്ലാരി ജില്ലയെ വിഭജിച്ച് വിജയനഗര ജില്ല രൂപീകരിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പട്ടികവർഗ്ഗ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകും. സിവിൽ സർവീസ് രംഗത്ത് പട്ടികവർഗ്ഗക്കാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മെയിൻ പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് 12,000 മുതൽ 16,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡായി നൽകുന്നതെന്ന് സംസ്ഥാന പട്ടികവർഗ്ഗ മന്ത്രി KC പദ്മി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീസ് നിരക്ക് നിശ്ചയിച്ച വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകരെ തന്നെ നിയോഗിക്കും. എല്ലാ വർഷവും അഡ്മിഷൻ താറുമാറാക്കാൻ ചില മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 20-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 23-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനിടെ സംസ്ഥാനത്ത് മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പൂർത്തിയാവുകയാണ്. പത്രികാ സമർപ്പണത്തിനൊപ്പം പ്രചാരണവും പുരോഗമിക്കുന്നു. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ശ്രീ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുള്ള നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകുന്നേരത്തോടെ ആശുപത്രിയിലെത്തിയ മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേരളത്തിൽ ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അനുമതിയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനിടെ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കൊടിയേരിയെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചോദ്യം ചെയ്തു. ഇന്നലെയാണ് ബിനീഷിനെ എൻസിബി കസ്റ്റഡിയിലെടുത്തത്. കേരളത്തിൽ ഇന്ന് 6419 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 887 പേർക്ക് രോഗം സ്ഥിരീകരിച്ച എറണാകുളത്താണ് ഇന്ന് രോഗികൾ കൂടുതലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,369 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 28 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 1943 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 5576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ചികിത്സയിലായിരുന്ന 7066 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.52% ഇതുവരെ 83,35,000-ഓളം പേർ രോഗമുക്തരായി. ആകെ രോഗബാധിതരുടെ 5.01% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 4.5 ലക്ഷത്തോളം പേർ. മരണനിരക്ക് 1.47%. 1,30,30,000-ഓളം പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആശുപത്രികളിലെ ചികിത്സാ സൌകര്യങ്ങളും പരിശോധനാ സൌകര്യങ്ങളും വിലയിരുത്താൻ വിദഗ്ധർ ഉൾപ്പെടുന്ന 10 സംഘങ്ങളെ നിയോഗിച്ചിട്ടുള്ളതായും മന്ത്രാലയം അറിയിച്ചു. വീട് വീടാന്തരമുള്ള സർവേ ഈ ആഴ്ച അവസാനം ആരംഭിച്ച് 25ഓടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 13,40,500 കടന്നു. 3,90,00,000 പേർ രോഗമുക്തി നേടി. 1,56,00,000-ഓളം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് ചികിത്സയ്ക്കായി പ്ലാസ്മ വിവേചനരഹിതമായി ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് ICMR. പ്ലാസ്മ ചികിത്സ സംബന്ധിച്ച് ICMR നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം നൽകിയത്. ഗുരുതരാവസ്ഥയിലല്ലാത്ത കേസുകളിൽ പ്ലാസ്മ ചികിത്സയുടെ ആവശ്യമില്ല. 39 പൊതു സ്വകാര്യ ആശുപത്രികളിലായി പ്ലാസ്മ ചികിത്സയ്ക്ക് വിധേയരായി രോഗമുക്തരായവരെയും അല്ലാത്തവരെയുമാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ സുപ്രധാന നയപരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള മേഖലകളിലൊന്നാണ് ഖനനമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ദേശീയ ഖനന ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് റെക്കോർഡ് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 227 പോയിന്റ് ഉയർന്ന് 44,180-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 64 പോയിന്റ് നേട്ടത്തിൽ 12,938-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനതയുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള പുതിയ പഠന മേഖലകൾ അനിവാര്യമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ബംഗളൂരുവിൽ നടക്കുന്ന ഈ വർഷത്തെ സാങ്കേതിക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6,419 പേർക്ക്. കർണാടകയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ സംവരണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സ്വാശ്രയ മെഡിക്കൽ ഫീസ് നിശ്ചയിച്ചതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.